സമ്പന്നരും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുമായ ഇന്ത്യക്കാർക്കിടയിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. 2024-ൽ 2.06 ലക്ഷം ഇന്ത്യക്കാരും 2023-ൽ 2.16 ലക്ഷം പേരും 2022-ൽ 2.25 ലക്ഷം പേരും പൗരത്വം ഉപേക്ഷിച്ചതായി കോൺഗ്രസ് എം.പി. കെ.സി. വേണുഗോപാൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2021-ൽ ഇന്ത്യ വിട്ടത് 1.63 ലക്ഷം പേരും 2020-ൽ 85,256 പേരുമായിരുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. കോവിഡ് സംബന്ധമായ പ്രതിസന്ധി കാരണമാണ് 2020-ൽ എണ്ണത്തിൽ കുറവ് വന്നത്. ഇത് 10 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന കണക്കാണ്. 2011-നും 2024-നും ഇടയിൽ മൊത്തം 20.6 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ പൗരത്വം ഉപേക്ഷിച്ചു. ഇതിൽ പകുതിയോളം കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണെന്നും സർക്കാർ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. വർദ്ധിച്ചുവരുന്ന ഈ പ്രവണതയ്ക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് സർക്കാർ പഠനം നടത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് യുവ ഇന്ത്യക്കാർക്കിടയിൽ പൗരത്വം ഉപേക്ഷിക്കുന്നത് തടയാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും വേണുഗോപാൽ ചോദിച്ചു. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും കൂടാതെ ഉന്നത പ്രൊഫഷണലുകളുടെയും രാജ്യം വിടൽ കൊണ്ട് അടയാളപ്പെടുത്തിയ 4ാം-ഘട്ട കുടിയേറ്റത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാരു തന്റെ സെഷൻ ഓഫ് ദ സക്സസ്ഫുൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2014-നും 2023-നും ഇടയിലായി ഏകദേശം 23,000 ഇന്ത്യൻ കോടീശ്വരന്മാർ രാജ്യം വിട്ടതായി ആഗോള സാമ്പത്തിക സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലിയുടെ ഡാറ്റ ഉദ്ധരിച്ച് സഞ്ജയ് ബാരു പുസ്തകത്തിൽ നിരീക്ഷിച്ചിട്ടുമുണ്ട്. 2011-നും 2029-നും ഇടയിൽ ഏകദേശം 1.3 ലക്ഷം പേർ പ്രതിവർഷം അവരുടെ പൗരത്വം ഉപേക്ഷിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആ ശരാശരി ഏകദേശം 2.2 ലക്ഷം വാർഷികമായി ഉയർന്നു. ഇത് ഏകദേശം 70% വർധനയാണ്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പെട്ടെന്ന് രാജ്യം വിടുന്നില്ല. പലരും വർഷങ്ങളോളം വിദേശത്ത് താമസിക്കുന്നു. അവർ വിദേശത്ത് പഠിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, നികുതി അടയ്ക്കുന്നു. നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റിയ ശേഷം മാത്രമേ പൗരത്വത്തിന് അപേക്ഷിക്കൂ. അവർ ഉപേക്ഷിക്കൽ രേഖകൾ സമർപ്പിക്കുന്ന സമയത്ത് ഇന്ത്യ അവർ താമസിക്കുന്ന സ്ഥലം എന്നതിനുപരി സന്ദർശിക്കുന്ന സ്ഥലമായി മാറിയിരിക്കും. വിദേശ തൊഴിൽ വിപണികൾ വളരെ വ്യക്തമായ നേട്ടം വാഗ്ദാനം ചെയ്യുന്നു. നികുതി, തൊഴിൽ സമയം, വ്യക്തമായ തൊഴിൽ നിയമനങ്ങൾ, സുതാര്യമായ നികുതി പ്രകടനം, ശമ്പള വളർച്ച എന്നിവ തീരുമാനമെടുക്കുന്നതിൽ ആളുകളെ സ്വാധീനിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.